പുതിയൊരു ടെക് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ പുതുതായിട്ട് ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറാൻ ശ്രമിക്കുന്ന സമയത്ത് ആദ്യം നമ്മളോട് അവർ ആവശ്യപ്പെടുന്നത് നമ്മുടെ റെസ്യൂം, അതായത് ബയോഡേറ്റയാണ്. എങ്ങനെയാണ് ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ചിട്ട് വളരെ ഈസി ആയിട്ട് സ്വന്തമായി തന്നെ നല്ലൊരു ഫോർമാറ്റിൽ ബയോഡേറ്റ തയ്യാറാക്കാൻ സാധിക്കുക. അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു ആപ്പാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. ഈ ആപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് PDF ഫോർമാറ്റിൽ തന്നെ ഇത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒരുപാട് റെക്കമെൻഡഡ് യൂണിവേഴ്സിറ്റീസ് തരുന്ന ഫോർമാറ്റും കൂടി നമുക്ക് റെഫറൻസിനായിട്ട് ഉപയോഗിക്കാം. ഞാനിത് ഓൾറെഡി ഇൻസ്റ്റാൾ ആക്കിയിട്ടുണ്ട്. ഇനി ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഇൻ്റർഫേസ് ആണ് കിട്ടുക. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ഈ ഒരു ഫോർമാറ്റിൽ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. അതിനുശേഷം ലെറ്റ്സ് ഗോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമുക്കിപ്പോൾ ഫോട്ടോ ഒക്കെ അറ്റാച്ച് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷനും കൂടി നമുക്കിതിൽ നിന്നും ലഭ്യമാണ്. ഇപ്പോൾ ഇതിനകത്ത് ഒരുപാട് റെസ്യൂം ഫോർമാറ്റ് അവർ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സേവ്ഡ് റെസ്യൂം തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതൊരു ഫോർമാറ്റിലാണോ വേണ്ടത് അതനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാം. പോരാതെ നമുക്ക് ഗൈഡ് ലൈൻസ് വേണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ കൂടി ഉണ്ട്. നമുക്കിപ്പോൾ ഈസി റെസ്യൂം ബിൽഡർ എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള ഒരു പേജാണ് കിട്ടുക. 6 വിധത്തിലുള്ള റെസ്യൂംസ് അവർ തന്നിട്ടുണ്ട്. ടൈപ്പ് 1 എന്ന് പറയുന്നത് നമ്മൾ സിമ്പിൾ സാധാരണ ചെയ്യാറുള്ള റെസ്യൂമാണ്. അതിനകത്ത് ഫോട്ടോ അറ്റാച്ച് ചെയ്തിട്ടില്ല. ബാക്കിയുള്ളത് എന്ന് പറയുന്നത് ടൈപ്പ് 2, ടൈപ്പ് 3, ടൈപ്പ് 4, ടൈപ്പ് 5 നമുക്ക് ഫോട്ടോ അറ്റാച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടിയാണിത്. അപ്പോൾ ഞാൻ ടൈപ്പ് 1 ആണ് നിങ്ങളെ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. 1 സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ഇങ്ങനെയുള്ള ഒരു പേജാണ് കിട്ടുക. റെസ്യൂം ഫോർമാറ്റ് ഫ്രഷേഴ്സ് എക്സ്പീരിയൻസ്ഡ് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഫ്രഷേഴ്സ് സെലക്ട് ചെയ്യാണ്. അപ്പോൾ മുകൾ ഭാഗത്ത് 3 ഐക്കൺസ് ഉണ്ട്. എന്നുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു കണ്ടൻറ് എഡിറ്റ് ചെയ്യുന്നത്, അതിനുശേഷം എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് എന്നുള്ള വിവരങ്ങളാണ് അവർ തന്നിട്ടുള്ളത്. അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. രണ്ടാമത്തെ ഐക്കൺ സെറ്റിങ്സ് ആണ്. ടെംപ്ലേറ്റ് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലൈൻ സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ റോസ് എഡ്യൂക്കേഷൻ എൻ്റർ ചെയ്യുന്ന സമയത്ത് റോസിൻ്റെ എണ്ണം നമുക്ക് ഇപ്പോൾ ഒരുപാട് എഡ്യൂക്കേഷൻസ് ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ അവർ തന്നിട്ടുള്ള ആ ഒരു ഫോർമാറ്റ് പോരാ എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം സെലക്ട് ചെയ്യുക എത്ര എണ്ണം വേണമെന്നുള്ളത് അനുസരിച്ചിട്ട്. അതുപോലെ തന്നെ താഴെ ഭാഗത്ത് ലിസ്റ്റ് സ്റ്റൈല്, എങ്ങനെയാണ് നമുക്ക് ഏതൊക്കെ സ്റ്റൈലിലാണ് ലിസ്റ്റ് ചെയ്യേണ്ടത്, 3 സ്റ്റൈൽ അവർ തന്നിട്ടുണ്ട്. നമുക്കിപ്പം ഞാനിപ്പോൾ രണ്ടാമത്തെ സ്റ്റൈൽ സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ മുമ്പോട്ട് പോവുക. ഐക്കൺ ഡൗൺലോഡാണ്. നമ്മൾ എല്ലാ റെസ്യൂംസ് കറക്റ്റായിട്ട് ചെയ്ത ശേഷം മാത്രം ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സ്റ്റാർട്ട് പ്രിപ്പയറിംഗ് ദ ടെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അവർ തന്നിട്ടുള്ള ടെക്സ്റ്റ് നമ്മൾ ബാക്ക് സ്പേസ് ഉപയോഗിച്ചിട്ട് കളയുക. അതിനുശേഷം നമ്മുടെ അഡ്രസ്സ് അവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. എൻ്റെ പേര്, എൻ്റെ അഡ്രസ്സ്, ഫോൺ നമ്പർ ഒക്കെയാണ് ഞാൻ ടൈപ്പ് ചെയ്യുന്നത് വിചാരിക്കുക. അതിനുശേഷം റൈറ്റ് സൈഡിലായിട്ട് ഇവിടുത്തെ നമുക്ക് ജിമെയിൽ എൻ്റർ ചെയ്യാനുള്ള സ്പേസ് കൂടി അവർ തന്നിട്ടുണ്ട്. രണ്ടാമത്തത് ഒബ്ജക്റ്റീവാണ്. നമുക്ക് നമ്മുടെ ഒബ്ജക്റ്റ് അനുസരിച്ച് ഒബ്ജക്റ്റീവ് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ വെച്ചിട്ട് അടുത്ത ഓപ്ഷനിലോട്ട് പോകാം. അത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ് പിന്നീട് അവർ ചോദിച്ചിട്ടുള്ളത്. ഡിഗ്രി അല്ലെങ്കിൽ കോഴ്സ്. നമുക്കിപ്പോൾ 10ാം ക്ലാസ് മുതലുള്ള നമ്മുടെ ക്വാളിഫിക്കേഷൻസ് എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇൻസ്റ്റിറ്റ്യൂട്ട്, കോളേജ് അല്ലെങ്കിൽ സ്കൂളിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. യൂണിവേഴ്സിറ്റി ബോർഡ് അവർ ചോദിച്ചിട്ടുണ്ട്. ഏതാണോ നിങ്ങൾ പഠിച്ചത് അതനുസരിച്ച് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഇയർ, നമുക്ക് കിട്ടിയ പെർസെൻറ്റേജ് ഒക്കെ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. പിന്നീടുള്ളത് ടെക്നിക്കൽ സ്കിൽസ്, പബ്ലിക്കേഷൻസ്, പ്രോജക്ട്സ്, പൊസിഷൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി, അച്ചീവ്മെൻറ്റ്സ് ആണ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേഞ്ച് ചെയ്യുക. പിന്നീട് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആണ് അവർ ചോദിക്കുന്നത്. 2 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. നമ്മുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി നമ്മളിവിടെ ഈ ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പേഴ്സണൽ പ്രൊഫൈലാണ്. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഫാദേഴ്സ് നെയിം, മറൈറ്റൽ സ്റ്റാറ്റസ്, ലാംഗ്വേജസ് നോൺ, ഹോബീസ്, ഇത്രയുമാണ് അവർ ചോദിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്ത ശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്യുക. ലാസ്റ്റ് ഭാഗമാണ് ഡിക്ലറേഷൻ. ഡിക്ലറേഷനിൽ നമുക്ക് ഇത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ വെക്കാം. വലത് ഭാഗത്ത് താഴെ ബ്രാക്കറ്റിൽ ഫുൾ നെയിം അവർ ചോദിച്ചിട്ടുണ്ട്. നമ്മളത് നമ്മുടെ ഫുൾ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്ത ശേഷം മാത്രം നമ്മൾ ഡൗൺലോഡ് ബട്ടൺ മുകൾ ഭാഗത്ത് 3ാമത്തെ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ഗോ ഇറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. അതിന് തൊട്ട് മുകളിലായിട്ട് പ്രിൻ്റ് എന്നുള്ള ഓപ്ഷനാണ് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യേണ്ടത്. നാവിഗേഷനിൽ സ്റ്റേ ഓൺ ദിസ് പേജ് അല്ലെങ്കിൽ ലീവ് ദിസ് പേജ് എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ സ്റ്റേ ഓൺ ദിസ് പേജ് എന്നുള്ളതാണ് സെലക്ട് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഗോ ഇറ്റ് കൊടുക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു നമ്മൾ ചെയ്തെടുത്ത പേജ് നമുക്ക് സേവ് ആക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് PDF ഫോർമാറ്റ് തന്നിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഓൾറെഡി ഇത് സേവ് ആയിട്ടുണ്ട്. നമ്മുടെ ഡോക്യുമെൻ്റ് ആയിട്ട് നമുക്ക് സേവ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 3 ഐക്കൺ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഷെയർ ദിസ് ആപ്പ്, നമുക്ക് ഷെയർ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ കൂടിയുണ്ട്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്കിത് ഷെയർ ചെയ്യാം. വാട്സപ്പിൽ, ഫേസ്ബുക്കിൽ, ഇമെയിൽ അല്ലെങ്കിൽ ജിമെയിലൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അല്ലെങ്കിൽ ഉപകാരപ്പെടും എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്യുക.